എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും ഇന്നിപ്പോൾ പരസ്യമായ രഹസ്യങ്ങളാണ്. മോണോഗമി എന്ന വാക്കിന് ഒരു വില പോലുമില്ല എന്നത് തന്നെയാണ് സത്യം. എന്താണ് മോണോഗമിയും പോളിഗമിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? മോണോഗമി എന്നാൽ ഒരു വ്യക്തിയെ മാത്രം പ്രേമിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യുന്നതിനെയാണ് മോണോഗമി എന്ന് പറയുന്നത്. മോണോഗമിയിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ്, ഇത് ഓൺ ഫോർ ലൈഫ് ടൈം. ഇവർ ജീവിതത്തിൽ ഒരാളെ മാത്രമേ പ്രേമിക്കുകയുള്ളൂ. മറ്റൊരാളെ പറ്റി ഇവർക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. പങ്കാളി ഇല്ലാതായാൽ പിന്നീട് അവർ വിവാഹം കഴിക്കുകയുമില്ല. പ്രകൃതിയിലും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ലഭിക്കും. ഒരു കുറുക്കൻ, അതിന് ഒരു ഇണയെ കാണും. അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒറ്റയ്ക്ക് ജീവിക്കും. അതുപോലെ മറ്റൊന്ന് പ്രാവ് ഒരു സമയം 2 മുട്ടകളിടും. ഇടുന്ന മുട്ടയിൽ ഒന്ന് ആണും മറ്റേത് പെണ്ണും. ഇവ രണ്ടുപേരുമായിരിക്കും അവരുടെ ഇണകൾ. ഇവരിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റേ പ്രാവ് ഒറ്റയ്ക്ക് തന്നെ ജീവിക്കും. രണ്ടാമത്തേതാണ് സീരിയൽ. ഇതിൽ പങ്കാളിയോട് ഡിവോഴ്സ് ആവുകയോ പങ്കാളി മരിച്ചു പോകുകയോ ചെയ്താൽ മാത്രമേ മറ്റൊരാളെ വിവാഹം കഴിക്കുകയുള്ളൂ. ഇതിനെയാണ് സീരിയൽ മോണോഗമി എന്ന് പറയുന്നത്. മോണോഗമിയിൽപ്പെട്ടവർ ഒരു സമയം ഒരാളെ മാത്രമേ മനസ്സിൽ വയ്ക്കാറുള്ളൂ. അടുത്തത് പോളിഗമിയെ നോക്കാം. ഒന്നിലധികം പേരെ പ്രേമിക്കുകയോ അല്ലെങ്കിൽ പല സ്ത്രീകളുമായി ബന്ധമുള്ള പുരുഷന്മാരെയും പല പുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന സ്ത്രീകളെയും ഒന്നിലധികം വിവാഹം കഴിക്കുന്നവരെയും പോളിഗമിയിൽ ഉൾപ്പെടുത്താം. പോളിഗമിയെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പോളിമോറി, മറ്റേത് പോളിആൻഡ്രി. പോളിമോറി എന്നാൽ ഒരു ഭർത്താവ് ഒന്നിലധികം ഭാര്യ. ഇതിലും 2 തരമുണ്ട്. ഒന്ന് സൊറോറൻ, മറ്റേത് നോൺ സൊറോറൻ. സൊറോറനിൽ ഭാര്യമാരെല്ലാം സഹോദരിമാരായിരിക്കും. നോൺ സൊറോറിൽ ഭാര്യമാർ സഹോദരിമാർ ആയിരിക്കില്ല. പോളിമോറിയുടെ ഉദാഹരണം പ്രത്യേകം ഓർമ്മപ്പെടുത്തണ്ടല്ലോ. ഇനി പോളിആൻഡ്രി എന്താണെന്ന് നോക്കാം. ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാർ ഉണ്ടായാൽ അവർ പോളിആൻഡ്രിയിൽ പെടുന്നവരാണ്. പോളിആൻഡ്രിയെയും 2ആയി വിഭജിച്ചിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഭർത്താക്കന്മാർ സഹോദരന്മാരായിരുന്നാൽ ഫ്രട്ടേണൽ, ഭർത്താക്കന്മാർ തമ്മിൽ സഹോദരന്മാരല്ല എങ്കിൽ നോൺ ഫ്രട്ടൽ ആയിരിക്കും. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ, നിങ്ങൾ ഇതിൽ ഏതിൽ പെടുന്നവരാണെന്നോ. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.